എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് വാസ്തുശാസ്ത്ര വിധി പ്രകാരം അലക്കുകളൊക്കെ ഏത് ദിശയിൽ വരാൻ പാടില്ല, ഏതൊക്കെ ദിശയിൽ വരാൻ പറ്റും എന്നുള്ള രീതിയെ കുറിച്ചിട്ടാണ് പറയാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പല ഭാഗത്തും അലക്കുകളൊക്കെ വെക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും, ദുരിതങ്ങളുണ്ടാകും. ഈ അലക്കുകൾ ചില വീടുകളിൽ എപ്പോഴും ദുരിതങ്ങളും ഇതൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ നോക്കാനൊക്കെ പോകുമ്പോൾ, പ്രശ്നമൊക്കെ നോക്കാനായിട്ട് വീടുകളിലൊക്കെ പോകാൻ നേരത്ത് അവർക്ക് എന്നും ദുരിതങ്ങളും രോഗങ്ങളും മാത്രമുള്ള കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ ഉള്ളൂ, ദൈവാധീനം ഉണ്ടാവില്ല. അപ്പം അതിന് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് അലക്കലിൻ്റെ സ്ഥാനം തെറ്റായിട്ടായിരിക്കും കാണുക. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച്, ജാതക കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാനാണെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. സമയം പോലെ വിളിക്കേണ്ട, സമയം പോലെ ഞാൻ നോക്കിയിട്ട് അയച്ചു തരുന്നതാണ്. ഓക്കെ, വോയിസ് ആയിട്ട് അയച്ചു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും അവിടെ വരിക ചെയ്യുക. അപ്പോൾ യാതൊരു ഫീസോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. അലക്കലിൽ വരാൻ പാടില്ലാത്ത ഭാഗങ്ങളെക്കുറിച്ചിട്ട് പറയാം. ഒന്നാമതായിട്ട് നമ്മൾ പറയാം ഈശാന കോണിനെ കുറിച്ച് പറയാം. ഈശാന കോൺ എന്ന് പറഞ്ഞാൽ കിഴക്ക് പടക്ക് മൂല, അവിടെ ഒരിക്കലും അലക്കൽ വരാൻ പാടില്ല. ഈശ്വരാധീനം കൊള്ളൊരു ഭാഗമാണ്. അപ്പം നമ്മൾ വിളക്കിൽ തിരിയിട്ടാലും അഞ്ചാമത്തെ തിരിയുന്നത് ഈശാന കോണിലേക്കായിരിക്കും. അപ്പോൾ ഈശാന കോണിൽ യാതൊരുവിധ അലക്കലോ മറ്റുള്ള കാര്യങ്ങളോ ചിതയെ കിടക്കുന്നത് ഉണ്ടാവാൻ പാടില്ല. ഈശ്വരാധീനം ഇല്ലാതെയാവും. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കന്നിമൂലയിലും ഇതുപോലെ തന്നെ ഏറ്റവും ശുദ്ധമായിട്ട് കിടക്കേണ്ട സ്ഥലമാണ് ഈ കന്നിമൂല. നമ്മുടെ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഭൂപ്രദേശം തന്നെ പർവ്വതങ്ങൾക്കിടയിൽ. അപ്പോൾ അതുവഴി വരുന്ന കാറ്റ് നമ്മളെ അസുഖങ്ങളിലേക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ നയിക്കുന്നതാണ്. അപ്പം അവിടെയും അലക്കല്ല്, ബാത്റൂം പോലുള്ള കാര്യങ്ങൾ വരാൻ പാടില്ല വാസ്തുശാസ്ത്ര വിധി പ്രകാരം. അതുപോലെ തന്നെ ഈശാന കോണിലും ബാത്റൂം വരാനായിട്ട് പാടില്ല. നമുക്ക് അസുഖങ്ങളും ദുരിതങ്ങളും മാറിയിട്ട് നേരുണ്ടാവില്ല. അതുപോലെ തന്നെ ഇനി നമ്മൾ പറയാൻ പോണത് അഗ്നിമൂല. അപ്പോൾ കന്നിമൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് മൂലയും, ഇനിയും പറയാൻ പോണത് അഗ്നിമൂല, കിഴക്ക് തെക്ക് മൂല, ഈ ഭാഗത്തും വരാനായിട്ട് പാടില്ല. അത് അഗ്നിമൂലയാണ്. അഗ്നിമൂലയിൽ വായു, ജലവും അഗ്നിയും കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ അലക്കലൊക്കെ വരുന്നത് നമുക്ക് ദുരിതം തന്നെയാണ്. നമ്മുടെ വീട്ടിലേക്ക് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാവില്ല. ലക്ഷ്മി ദേവി വസിക്കുന്ന സ്ഥലമാണെന്നാണ് പറയുക അഗ്നിയിൽ. ആ ലക്ഷ്മി സാന്നിധ്യം നമ്മളിലേക്ക് ഉണ്ടാവില്ല. അവിടെ അടുക്കളയൊക്കെ വരുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇനി അടുത്തത് നമുക്ക് വരാകുന്ന സ്ഥലങ്ങളെ പറയാം. ഏറ്റവും ഉചിതമായിട്ട് നമുക്കെല്ലാം ഐശ്വര്യ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാനായിട്ട് അലക്കൽ വരാൻ പറ്റുന്ന സ്ഥലമാണ് വായുകോണം. വായുകോണം എന്ന് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് മൂലയിലാണ് നമ്മൾ വായുകോണായിട്ട് കണക്കാക്കുക. വായുകോണിൽ അലക്കൽ വരുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ തെക്കെന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് തെക്ക് മൂലയും പടിഞ്ഞാറ് തെക്ക് മൂലയും വിട്ട് അതിൻ്റെ ഒത്ത നടുക്കായിട്ട് വരുന്നതും ഏറ്റവും ഉത്തമാണ് ഈ വലക്കൽ വരുന്നത്. അതുപോലെ തന്നെ പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, അപ്പോൾ തിരുമേനി നമ്മുടെ വീടിൻ്റെ തെക്ക് ദിക്കെന്ന് പറഞ്ഞ വീടിൻ്റെ മുമ്പത്തെ അലക്കൽ വെക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറഞ്ഞത്, അവിടെ എന്താണോ സ്ഥലത്തിന് എന്താണോ പരിമിതി അത് കണ്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ കറക്റ്റായിട്ട് വാസ്തുവിധി പ്രകാരം ഒരു വാസ്തുശാസ്ത്രജ്ഞനെ കൊണ്ടുവന്ന് ശില്പിനെ കൊണ്ടുവന്ന് നമ്മൾ കറക്റ്റായിട്ട് നോക്കുക എന്താണ് ചെയ്യാൻ പറ്റുക. അവിടെ നമുക്കിപ്പോൾ ഓപ്ഷൻസൊക്കെ ഇപ്പോൾ ഉണ്ട്, വാഷിംഗ് മെഷീൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുവരെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റായിട്ട് കിടക്കണമെങ്കിൽ അതൊക്കെ ഒരു വാസ്തുശില്പിനെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വാസ്തുശാസ്ത്ര വിധി പ്രകാരമുള്ള കാര്യങ്ങളാണ്. പല വീട്ടിലെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോയി നോക്കുമ്പോൾ കണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു അറിവായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് വരുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ജാതകമൊക്കെ നോക്കാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പം ലൈവായിട്ട് നമുക്ക് സംസാരിക്കണമെങ്കിൽ 29 രൂപ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മുടെ ലൈവ് ചാറ്റിലേക്ക് വരാം. രാവിലെ 11 മണിക്കാണ് ലൈവ് ചാറ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. നന്ദി, നമസ്തേ.